ഹലോ, അലന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം തിരുവാതിര വിശേഷങ്ങളാണ്. ഞാൻ തലേ ദിവസമാണ് വരിക. പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മ 4 മണിക്ക് എണീറ്റാണ്. ഞാനൊരു 5:30 ആയപ്പോഴാണ് നീറ്റ് വന്നത്. അപ്പോഴത്തേനും അമ്മ പുഴുക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂവ വരകാൻ വേണ്ടിയിട്ട് അത് കൂവപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ അത് ഊറ്റി കളയണം. മേലുള്ള വെള്ളം ഊറി നിന്ന് കഴിഞ്ഞാൽ ബാക്കി ഊറ്റി കളഞ്ഞിട്ട് എന്നിട്ടാണ് വരക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് സ്പൂണിട്ട് ഇളക്കിയപ്പോൾ അമ്മേനെ ചീത്ത പറഞ്ഞു കേട്ടോ. അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, നമ്മൾ കൂവ വിരകണയിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പുഴുക്ക് അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പുഴുക്കൊക്കെ റെഡിയായിന്. അങ്ങനെ തിരുവാതിര നോൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അത് കഴിക്കാതെ വെച്ചിട്ടാണ്. അങ്ങനെ അമ്മ കൂവ വരകണത് ഞാനിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതാകെ കറക്റ്റായിട്ട് വരില്ല, പെട്ടെന്ന് അടി പിടിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയിട്ട് അതിങ്ങനെ കുറുകി വരും. ഇതിപ്പോൾ കൂവപ്പൊടി കലക്കിയതും പിന്നെ അതിലേക്ക് ശർക്കരപ്പാനിയും ഒഴിച്ചിട്ടാണ് ഈ ഇളക്കണത് കേട്ടോ. അത് കുറുകി ഏകദേശം ഇങ്ങനെ ഈ ഒരു പരിവായിട്ടുണ്ടെന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കണം, നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ പ്രാവശ്യത്തെ തന്നെ അമ്മ കുറച്ച് ഏരി നട്ടിരുന്നു, അതിലത്തേണത്. അല്ലാതെ നമ്മൾ കുറേ കാലപ്പഴക്കം വന്ന് എടുത്ത് വെച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ച കളർ ഉണ്ടാവും കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. അത് ആ പൊടിക്ക് അത്രയും കാലപ്പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ പച്ച നിറത്തിലാണ് നമുക്ക് കൂവ വരകിയത് കിട്ടുക. പിന്നെ പഞ്ചസാര ഇട്ട് വരകിയിട്ടുണ്ടെങ്കിൽ വെള്ള നിറമാവും. ഇത് ശർക്കര വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയപ്പോൾ ശർക്കരയുടെ അതേ കളറാണ് ഇത് വന്നത്. ഒരു പച്ച കളർ വരും. അത് നല്ല രസമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അത് പച്ച കളറിലുള്ള അത് ഞാൻ എൻ്റെ അനിയത്തി അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് ഓളയച്ച നീന്നു. അപ്പോൾ എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായി കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അങ്ങനത്തെ കളറാവണം, കളറാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനത്തെ കളറാണ് ഇപ്പോൾ അമ്മ ഉണ്ടാക്കിയതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അത് വെച്ചിട്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് നല്ല രസമുള്ള ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അമ്മ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അച്ഛമ്മയ്ക്കും മാമനൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പുഴുക്കും പപ്പടവും കാച്ചു. അതിലേക്ക് പപ്പടവും കൂവയും കൂടി തിന്നാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്, കൂവ വരകിയത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ അടുത്ത് ശിവൻ്റെ അമ്പലമുണ്ട്. ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാവരും കുറേ ആളുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്പൂതിരി പോണത് നോക്കിയിട്ട് കുറേ നേരമായി. 5:30 ഇരിക്കാൻ തുടങ്ങി, പക്ഷെ അത് പോണത് ഞാൻ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ തുമ്പി നീട്ടിട്ട് ഞാനൊന്ന് അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നായിരുന്നു, അവളെ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് നമ്പൂതിരി പോയി കഴിഞ്ഞിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളെ ശ്രീജ മാമോട് ചോദിച്ചപ്പോഴാണ് ശ്രീജ മാം പറയുന്നത്, നമ്പൂതിരി പോയിരുന്നു, 6 മണിയായപ്പോൾ പോയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചടപടയിന്ന് സാരിയൊക്കെ ധരിച്ചു കൊടുത്ത്, അമ്മയുടെ സാരി കൊടുത്തത് അമ്മയുടെ ജാക്കറ്റ് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടായി.